ഹായ്. നമുക്ക് വിശ്വസിച്ച് ചെയ്യാവുന്ന ലോകത്ത് ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. അതായത് ഫെയിൽ ആവില്ല, നമുക്ക് 100% ഉറപ്പിൽ ചെയ്യാവുന്ന ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റ്. അതൊരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് അല്ല. കാരണം മാർക്കറ്റ് എന്ന് വേണമെങ്കിലും ക്രാഷ് ആവാം. അതിന് നമ്മളുമായിട്ട് റിലേറ്റഡ് അല്ലാതെ എന്ത് റീസൺ കൊണ്ടാവാം. മേ ബി ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡ് റിലേഷൻ കൊണ്ടാവാം, അങ്ങനെ എന്ത് കാരണം കൊണ്ടാവാം. ആ ഒരു ഫെയിൽ ആവാത്ത ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ബോണ്ടുകളല്ല. ബോണ്ടുകളിലാണെങ്കിലും എന്ത് വേണമെങ്കിലും ചേഞ്ചസ് വരാം, റൂൾസ് ചേഞ്ചസ് വരാം, ബോണ്ടിന്റെ പെർസെൻറ്റേജിൽ ചേഞ്ചസ് വരാം. അതൊരിക്കലും ഒരു ഇൻവെസ്റ്റ് അല്ല. കാരണം അതൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വേണമെങ്കിലും ചേഞ്ച് ആവാം, എന്ത് വേണമെങ്കിലും പ്രശ്നം വരാം. ഇതൊരിക്കലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല. കാരണം ബാങ്കുകളുടെ റേറ്റിനെ എപ്പോൾ വേണമെങ്കിലും RBIയുടെ റിപ്പോ റേറ്റിന്റെ ചേഞ്ച് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. ഇത് നമ്മൾ ഈ കരുതുന്ന പോലെ ചുറ്റുപാട് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഒരു ഫെയിൽ ആവാത്ത ഇൻവെസ്റ്റ്മെന്റ്. ഫെയിൽ ആവാത്തുള്ള ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതൊരു സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മളിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതാണ് ഒരിക്കലും ഫെയിൽ ആവാത്തത്. അതിനൊരു 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. നമ്മൾ ചെയ്യേണ്ട 3 ഇൻവെസ്റ്റ്. ഒന്ന്, നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യമുണ്ട്. നമ്മൾ ഏത് ഡൊമൈനിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏത് ഡൊമൈനിലേക്കാണ് നമ്മൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നത്, ആ ഡൊമൈനിൽ പുതിയ എന്താ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് നമ്മുടെ വർക്കിന് ഹെൽപ്ഫുൾ ആവുന്ന എന്താ കാര്യങ്ങൾ, പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അത് ഒരിക്കലും ഫെയിൽ ആവത്തില്ല. കാരണം നമ്മുടെ സ്കിൽസ് വളരുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ഏണിങ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹെൽത്ത്. നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ചെറിയ പോർഷൻ ഒരു നല്ലൊരു വാക്കിംഗ് ഷൂ മേടിക്കാനോ, അല്ലെങ്കിൽ ഒരു ചെറിയ ഡമ്പല് മേടിക്കാനോ, അങ്ങനെ ചെറുതായിട്ട് എക്സസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ജിം മെമ്പർഷിപ്പ് എടുക്കാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്നും നമുക്കൊരു ലൈഫിൽ അതൊരു അസറ്റായിട്ട് വന്നിട്ടിരിക്കും. കാരണം നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഏൺ ചെയ്യാനുള്ള കൂടുതൽ പവറാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ഏണിംഗ് ആണ് നെറ്റ് വർക്കിംഗ്. അതായത് നമ്മൾ ഏത് ഡൊമൈനിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, ആ ഡൊമൈനിലുള്ള പല ആളുകളുമായി നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇവന്റ്സ് ഒക്കെ വരുമ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ തന്നെയാണെങ്കിലും പല ആൾക്കാരും പല ട്രെയിനിങ് മെറ്റീരിയൽസ് ഇടുന്നുണ്ട്. അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുറത്ത് പോയി ഒരു ഫുഡ് കഴിക്കുന്നതിന് അത്രയും കോസ്റ്റൊക്കെ വരുള്ളൂ വിളിച്ച് ചാർജ് ചെയ്യുന്നത്. അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ വലിയ നോളജ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ആ ഡൊമൈനിൽ തന്നെ പല ആളുകളും പല കാര്യങ്ങളും പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയാസ് നമ്മുടെ മൈൻഡിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. അങ്ങനെ ഈ 3 കാര്യങ്ങളാണെങ്കിലും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളിൽ